ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ലല്ലോ ഇതുവരെ പറഞ്ഞത്. ഞങ്ങൾ അവരെ കാണുന്നത് ഒരു കലാകാരിയായി അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയായിട്ടാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എനിക്കിതേ പറ്റൂ എന്ന് പറയുന്നത് കലാകേരളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അഹങ്കാരമായി എടുക്കരുത്. ഞാൻ ഈ ഷോയിൽ നിന്നൊരു കാര്യം കൂടി പറയാം. ഇവിടെ പേരിൽ കൂട്ടായ്മ എന്ന് പറയാം. പേരിൽ എന്തിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കുന്നത്. മൂന്നാമതിരിക്കുന്ന രഞ്ജിനി മേനോൻ എന്റെ ഓർമ്മയിൽ ശ്രീജ മേനോനാണ്. സ്ത്രീത്വമുള്ള മനോഹരമായ UC കോളേജിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോ ശ്രദ്ധിക്കണം, ക്ഷമിക്കണം. രഞ്ജിനി ഹരിദാസിനെ ആ പേരിൽ നിന്ന് എന്തെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ പേര് സ്വീകരിച്ചത് എങ്കിൽ അതൊന്ന് ടെലിവിഷനില് ഫെബ്രുവരി 26 ഏഷ്യനെറ്റിൽ അകത്തുള്ള അല്ല അത് സ്വാഭാവികമാണ്. മറ്റു ചാനലുകളിലൊക്കെ മനോഹരമായ മലയാളി മങ്കയായി വന്ന് അവതരിപ്പിക്കുന്ന പല പരിപാടികൾ ജീവൻ ടിവിയിലുണ്ടായിരുന്നു. ഒക്കെ ഞങ്ങൾ വളരെ ഭംഗിയായി തന്നെ ആ ചാനലിനെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഉൾക്കൊണ്ടവരാണ്. ഇപ്പൊ ഇവിടെ എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞല്ലോ രഞ്ജിനി ഹരിദാസ് എന്ന ആ ആങ്കറിങ്ങിനെ കുറിച്ച്. ഇത് ഡ്രസ്സും ഇതൊക്കെ അതിന് പല ചാനലുകൾ TV ലഭ്യമാണ്. ഞങ്ങൾ അങ്ങനെയുള്ളത് കാണാനായിട്ട് സൗകര്യത്തിന് ഞങ്ങൾ ആ ചാനലുകളൊക്കെ വെച്ചോളാം. ഇത് നമ്മുടെ പോപ്പുലർ ചാനലുകളാണ്. ആ ചാനലുകൾ വരുമ്പോൾ ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, ഈ പ്രേക്ഷകരാണല്ലോ നിങ്ങളെയൊക്കെ അഹങ്കരിക്കാനും തൻ്റെ ഇടത്തിനൊക്കെ പ്രാപ്തരാക്കുന്നത്. അത് പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ഒരു സാമാന്യം. എല്ലാ രഞ്ജിനിമാരെയും എനിക്കിഷ്ടമാണ്, എല്ലാ രഞ്ജിനിമാരെയും കഴിവുള്ളവരൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, രഞ്ജിനി എന്നുള്ള പേര് കൊണ്ട് മാത്രമല്ല ഈ കഴിവെന്ന്. എന്റെ നാട്ടിൽ ഇപ്പൊ പാടത്ത് പണിയെടുക്കുന്ന കുറെ രഞ്ജിനിമാരുണ്ട്. അപ്പൊ രഞ്ജിനി എന്ന പേര് കൊണ്ടാണ് എന്ന് ആരും അഹങ്കരിക്കണ്ട. തീർച്ചയായിട്ടും വളരെ മനോഹരമായി സാർ അത് നല്ല ക്ലീൻ ക്രിസ്പ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് അഹങ്കരിക്കാൻ ഈ ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ് അഹങ്കാരം എന്ന് പറയുന്ന കാര്യം. ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം. ഇവിടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് രഞ്ജിനിയുടെ പേര് അതിനൊരു കാരണമാണ്. പേരുണ്ടാവുന്നതിന് മുമ്പ് പാട്ട് പാടാൻ തുടങ്ങിയ ആൾക്കാരിവിടെ ഉണ്ട്. പിന്നെ സത്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. എന്റെ പേര് ദിവ്യരഞ്ജിനി എന്നായിരുന്നു. ദിവ്യ മാറ്റിയതാണ്.